പ്രശസ്തമായ ഒരുപാട് മരണങ്ങൾ എഴുത്തിൻ്റെ ലോകത്ത് നമുക്ക് കാണാം. എങ്കിലും 1958 ആദ്യത്തെ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ ഒരു എഴുത്തുകാരി. ആ നോവല് 2ാം പതിപ്പ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇനിയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എഴുതുന്നത് മറ്റവർക്ക് വേദനാകരമായിരിക്കും, അതുകൊണ്ട് എഴുതാതിരിക്കാൻ വയ്യ, എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് കടന്നു പോവുകയാണ്. ഒറ്റപ്പാലം NSS കോളേജിലെ ഫിസിക്സ് അധ്യാപികയായിരുന്ന രാജലക്ഷ്മി 1965 ജനുവരി 18 രാവിലെ കോളേജിൽ 1ാമത്തെ പീരീഡ് ക്ലാസ് എടുത്ത് 2ാമത്തെ പീരീഡ് കോളേജിൻ്റെ പരിസരത്ത് തന്നെയുള്ള വാടക വീട്ടിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അവരുടെ തൊട്ടടുത്ത വളരെ ആത്മാർത്ഥതയോടുകൂടി അവർ പെരുമാറുന്ന സുഹൃത്തുക്കൾ പങ്കുവച്ചിട്ടുള്ളത് രാജലക്ഷ്മിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ എഴുത്തുകാരി എന്ന രീതിയിൽ തനിക്ക് ആത്മാവിഷ്കാരത്തിന് പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമല്ല ഉള്ളത് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. മധ്യവേനൽ അവധിക്ക് ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി എറണാകുളത്ത്. അവിടെ ചെന്നപ്പോൾ ഞാൻ അമ്മാവൻ്റെ മകനെയും കൂട്ടി എറണാകുളത്ത് കാരക്കാമുറി റോഡിലുള്ള ടീച്ചറിൻ്റെ മാരാത്ത് ഹൗസിൽ പോയി. അവിടെ ചെന്നപ്പോൾ ടീച്ചറിൻ്റെ അമ്മയും സഹോദരവും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരെയും ടീച്ചർ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എനിക്ക് കാപ്പിയും പലഹാരങ്ങളും ഒക്കെ തന്നു. അങ്ങനെ അന്ന് ഞാൻ അവസാനമായി ടീച്ചറിനെ കണ്ടത്. പിന്നീട് ഞാൻ ടീച്ചറിനെ കണ്ടിട്ടില്ല. രാജലക്ഷ്മിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് അവരുടെ എഴുത്തിൻ്റെ ഒരുതരം എക്സ്റ്റൻഷനായിട്ട് മാറുകയും എഴുത്ത് എവിടെ തുടങ്ങുന്നു ആത്മഹത്യ എവിടെ അവസാനിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധം എന്തോ ഒരുതരം മൊത്തത്തിൽ ആകപ്പാടെ എന്താ പറയുക എല്ലാം കൂടെ ഈ എഴുത്തിനെയും ജീവിതത്തെയും ജീവിത നിരാസത്തെയും കോർത്തിണക്കുന്ന ഒരുതരം ഇസ്തറ്റിക് ആക്ടിവിറ്റി ആയിട്ട് ഈ മൊത്തം സംഭവത്തെ പ്രസൻറ്റ് ചെയ്തത് എനിക്ക് അത്ര വലിയ വായിക്കാൻ സുഖം ഉണ്ടാവുമായിരിക്കും പലർക്കും. പക്ഷേ എനിക്കത് അത്ര ഗുണകരമായിട്ട് കേരളത്തിലെ സ്ത്രീകളുടെ എഴുത്തിൻ്റെ എതിർ പാരമ്പര്യത്തെ കംപ്ലീറ്റ് ആയിട്ട് മായ്ച്ചു കളയുന്ന ഒരു നിലപാടാണ് അതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കേരളത്തിലെ ഒരു പ്രത്യേകത മലയാള സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു എഴുത്തുകാരിക്കും അടുത്ത കാലം വരെയും പൂർണ്ണമായ ഓതർഷിപ്പ് നമ്മൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ വലിയ എഴുത്തുകാരികളായിട്ട് അംഗീകരിക്കുന്ന മാധവിക്കുട്ടി അന്തർജനത്തെയും അടക്കമാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനല്ല ഈ പൂർണ്ണ എഴുത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രിവിലേജ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിങ്ങളുടെ എഴുത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള അവകാശമാണ്. അതാണ് ഏറ്റവും മാർക്ക്ഡായിട്ടുള്ളൊരു കാര്യം. ഒരു എഴുതുന്നയാളുടെ ജീവിതവും അയാളുടെ എഴുത്തും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല എന്ന് എഴുത്തുകാരും മറ്റു എഴുത്തുകാരും വായനക്കാരും വിമർശകരും മറ്റെല്ലാവരും അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു ഓതർഷിപ്പ് നേടി എന്ന് പറയാനൊക്കെയുള്ളൂ. വാസ്തവത്തിൽ രാജലക്ഷ്മിയുടെ മരണം ഒരുപക്ഷെ അത്തരം പൂർണ്ണമായ ഒരു ഓതർഷിപ്പ് അവർക്ക് ലഭിക്കാത്തതിനോടുള്ള പ്രതിഷേധമാകാം. അല്ലാതെ അത് അപ്പൻ പറയുന്ന മാതിരി അതൊരു ഇസ്തറ്റിക് ആക്ട് ഒന്നും ആവണമെന്നേ ഇല്ല. അപ്പോൾ ഈ ഒരു വായന ഞാനിപ്പോൾ പറഞ്ഞൊരു വായനയുടെ സാധ്യതയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് അപ്പൻ്റെയൊക്കെ എഴുത്ത് ഈ രാജലക്ഷ്മിയെ ഈ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആങ്സ്റ്റിനെ ജീവിതത്തിലും മരണത്തിലും മരണനിരാസത്തിലും ഒരുപോലെ പ്രകടിപ്പിച്ച ഒരു എഴുത്തുകാരിയായിട്ട് പ്രതിഷ്ഠിക്കുന്ന ആ രീതിയെ ഞാൻ എതിർക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഈ വായനയ്ക്ക് ഒരുപക്ഷെ കൂടുതൽ ശക്തിയുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാരണം അവരുടെ മറ്റെഴുത്തുകളാണ്. അപ്പോൾ അവർ ഒരു പ്രസംഗത്തിനായി എഴുതി വെച്ച ഒരു കുറിപ്പിൽ വ്യക്തമായിട്ടും വെർജീനിയ വുൾഫിനെയാണ് കോട്ട് ചെയ്യുന്നത്. ഒരു എഴുത്തുകാരിക്ക് സ്വന്തമായ ഒരു മുറി വേണം എന്നൊക്കെ പറഞ്ഞ് വെർജീനിയ വുൾഫിൻ്റെ ആവശ്യത്തെ പിന്താങ്ങിക്കൊണ്ട് അവർ മറ്റ് പല സംഗതികളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ
ഒരിക്കലും വെറും ഒരു എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ് ഒരാളുടെ ഒരു പ്രത്യേക പ്രവൃത്തിയെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റിൻ്റെ ഒരു പ്രകടനമായി മാത്രം വായിക്കുന്നത് അല്പം ഒരു അനീതിയല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. കാലം കുറച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഈ അത്യാഹിതം ഒരു ദിവസം രാവിലെ പേപ്പർ എടുത്തപ്പോൾ ടീച്ചറിൻ്റെ മരണവാർത്ത, വാസ്തവം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയണം. എന്ന് വെച്ചാൽ ടീച്ചറിന് മരിക്കേണ്ട ഒരാവശ്യമില്ല, പ്രസിദ്ധിയുടെ പടവുകൾ കയറി നിൽക്കുകയായിരുന്നു. അപ്പോൾ മാതൃഭൂമിയിൽ ടീച്ചറിൻ്റെ ഒരുപാട് ചെറിയ കഥകളും നോവലുകളും എല്ലാം വന്നുകൊണ്ടിരുന്നു. ഒരു നോവൽ പകുതിയാക്കി നിർത്തിയിരിക്കുകയാണ് മാതൃഭൂമിയിൽ. അങ്ങനെ ഒരു മരണവാർഷികം ഉണ്ടായിരുന്നില്ല, ശ്രാദ്ധം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി കാശിയിൽ പോയി അവരുടെ അമ്മയും ജ്യേഷ്ഠത്തി സരസ്വതിയമ്മയും ഞാനും കൂടി കാശിയിൽ പോയി ഒരു അന്ത്യകർമ്മങ്ങൾ ചെയ്തതോടെ അത് മുഴുവൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഒറ്റപ്പാലം NSS കോളേജ് രാജലക്ഷ്മിയുടെ പേരിൽ അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു കഥാമത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദശകങ്ങൾ 20 വർഷമായിട്ട് ഇന്ന് മലയാളത്തിലെ ചെറുപ്പക്കാരായ പല എഴുത്തുകാരും, ഉദാഹരണമായിട്ട് രേഖ, അതുപോലെ ധന്യരാജിന് ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡ് രാജലക്ഷ്മിയുടെ പേരുള്ള ഈ അവാർഡാണ്. അപ്പോൾ എല്ലാ വർഷവും ജനുവരി 18 ഒറ്റപ്പാലം NSS കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ അവർ ഫിസിക്സ് അധ്യാപികയാണെങ്കിൽ പോലും ഒറ്റപ്പാലം NSS കോളേജ് മലയാള വിഭാഗം രാജലക്ഷ്മി അനുസ്മരണം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നുണ്ട്. ഇതിനകം ഒറ്റപ്പാലത്തിലെ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഒരു രാജലക്ഷ്മി ഫൗണ്ടേഷന് ഞങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്.